അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് നോളജ് സിറ്റിയിലാട്ടോ. നമ്മൾ വയനാടെല്ലാം പോയിട്ട് വൈകുന്നേരം രാത്രി 8 മണിക്ക് ശേഷമാണ് ഇവിടെ എത്തിപ്പെട്ടത്. അപ്പോൾ വീഡിയോസൊക്കെ കഴിയുന്ന രൂപത്തിലാണ് എടുത്തിട്ടുള്ളത്. ഏതായാലും നമ്മൾ ഇതിൻ്റെ മെയിൻ ഹാളിലേക്ക്, നിസ്കാര ഹാളിലേക്ക് നമ്മൾ പോയി നോക്കിയപ്പോൾ വർണ്ണമനോഹരമായ തൂണുകളാലും ചുമരുകളാലും അതുപോലെ തന്നെ മിഹ്റാബ്, ഇതിൻ്റെ മേൽക്കൂരകളൊക്കെ വലിയൊരു അത്ഭുതം തന്നെയാണ്. ഇന്ത്യയിൽ ഒരു പക്ഷേ ഏറ്റവും വലിയ ജുമാ മസ്ജിദിൽ എണ്ണപ്പെടുന്ന ഒരു ജുമാ മസ്ജിദ് കൂടിയാണ് ഇത്. ഒരേ സമയം 2000-ലധികം ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഹാള് കൂടിയാണ് ഈ മെയിൻ ഹാൾ ഉള്ളത്. വലിയ രൂപത്തിൽ ജുമാ നമസ്കാരത്തിൻ്റെ ആ ഭംഗിയൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയകൾ കണ്ടവരായിരിക്കാം നമ്മൾ. 40 കോടിയിലധികം ചെലവ് വന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നു ഈ പള്ളി നിർമ്മാണത്തിന്. ഏതായാലും ഇസ്ലാമിൻ്റെ പൈതൃകം കേരളത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു മസ്ജിദ് കൂടിയായിട്ട് ഇത് എണ്ണപ്പെടും. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തായിട്ട് ഒരുപാട് വിജ്ഞാന കേന്ദ്രങ്ങളും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളും ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ മറ്റ് ഹോട്ടലുകളൊക്കെ ആയിട്ട് ഒരുപാട് ഇപ്പോഴും ഉണ്ട്, ഇനിയും വരാനിരിക്കുന്നു എന്ന് അറിയുകയുണ്ടായി. ഏതായാലും ഈ പള്ളി വലിയൊരു അത്ഭുതം തന്നെയാണ്.